നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. മാധ്യമ മേഖലയിൽ 40 വർഷം പിന്തുടർന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. ടാഗോർ തിയേറ്ററിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ അമ്മമാർ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ വരെ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. ഹോസ്റ്റൽ മുറികൾ വരെ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ 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 പ്രതിജ്ഞ. താങ്ക് യു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ ടാഗോർ തിയേറ്ററിൽ നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് അത് കഴിഞ്ഞിരിക്കുന്നു. നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിലാണ് യാത്ര. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? സാമൂഹിക ഇടപെടലിന്റെ മാതൃക അതാണ് SKN40. അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുമ്പോൾ, അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അത് നമ്മളുടെ പ്രധാനപ്പെട്ട രണ്ട് സ്ലോഗനുകൾ. ഒന്നാമത്തെ സ്ലോഗൻ എന്റെ കേരളം എന്റെ അഭിമാനം, രണ്ടാമത്തേത് അരുത് ലഹരി അരുതക്രമം എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തി 24 SKN40 40 വർഷം ആഘോഷിക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ സംസ്ഥാനമൊട്ടാകെ SKN യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ പരിപാടി അത് ഇപ്പോഴും തുടരുകയാണ്. പിന്നണി ഗായിക സിത്താര നയിക്കുന്ന അവരുടെ പെർഫോമൻസ് പ്രോഗ്രാമുകൾ അത് ഇപ്പോഴും പുരോഗമിക്കുന്നു. 10:30 വരെയാണ് ഈ പ്രോഗ്രാം തുടരുക. ഈ പ്രോഗ്രാം കൊണ്ട് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഉദ്ഘാടന പരിപാടി കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ പ്രതിജ്ഞയിലടക്കം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ചില പരിപാടികൾ, സാമൂഹികമായ ഇടപെടലുകൾ ഉറപ്പുവരുത്തുന്ന പരിപാടികൾ അത് നമ്മൾ ഉറപ്പുവരുത്തും. ഇന്നത്തെ ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിലെ ജനപങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 200ഓളം അമ്മമാരെ സാക്ഷി നിർത്തിയാണ് SKN40 ഔദ്യോഗിക ഉദ്ഘാടനം അല്ലെങ്കിൽ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മൾ ഇന്ന് നടത്തിയത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത്, ഇനി ഒരിക്കലും ഒരു കുരുന്നിനെ പോലും ലഹരിയുടെ പേരിൽ നമുക്ക് നഷ്ടമാകരുത് എന്നുള്ള ഉറച്ച ബോധ്യം അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമായും SKN40 സംസ്ഥാനതല ഉദ്ഘാടനം പൂർത്തിയാക്കി നമ്മളുടെ പര്യടനം നാളെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത്. നാളെ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് KSRTC ഓപ്പൺ ഡബിൾ ഡക്കർ ബസ്സിൽ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യാത്ര അതോടുകൂടിയായിരിക്കും നമ്മളുടെ ഉദ്ഘാടന പരിപാടികൾ നടത്തുക. നാളെ തിരുവനന്തപുരത്ത് പര്യടനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് വിഴിഞ്ഞം തുറമുഖം. അത് കേരളത്തിന്റെ അടുത്ത വികസന സാധ്യതയാണ്. ആ വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം SKN സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യാറ്റിൻകര, നിംസ, വ്ളാത്താങ്കര അടക്കമുള്ള സ്ഥലങ്ങൾ, ഈ നെയ്യാറ്റിൻകര അടക്കം റൂറൽ ഗ്രാമങ്ങൾ. ഒടുവിൽ നമ്മൾ പാറശാല കളിക്കവള ഭാഗത്തേക്ക് നാളെ നമ്മൾ നാട്ടുകൂട്ടം പരിപാടി നടത്തുന്നു. വൈകിട്ട് 8:30 SKN പ്രൈം ടൈം ബ്രേക്കിംഗ് ഷോ നടക്കുന്നത് അത് കാട്ടാക്കടയിലാണ്. കാട്ടാക്കട ജംഗ്ഷനിലായിരിക്കും ആ ഷോ നടത്തുക. ഒന്നാമത്തെ ദിവസത്തെ നമ്മളുടെ പ്ലാനിംഗ് എങ്ങനെയാണ്? ഈ പരിപാടിയിൽ അപ്പാടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് സ്കൂളുകൾ, കോളേജുകൾ അടക്കം കേന്ദ്രീകരിച്ചു ചില പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ അടക്കം നമ്മൾ ഉയർത്തുന്ന ഒരേ ഒരു മെസ്സേജ്, ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത് ലഹരിമുക്ത കേരളം, അതല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾക്ക് നഷ്ടമായ രീതിയിൽ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇന്ന് SKN 40 വർഷത്തെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ, അതല്ലെങ്കിൽ ഓർമ്മിക്കാൻ വന്നിട്ടുള്ള മിക്ക ആളുകളും, പ്രമുഖരായിട്ടുള്ള ആളുകൾ, അത് K ജയകുമാർ IAS അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു യാത്ര 24 നടത്തുമ്പോൾ അതിന്റെ സാമൂഹിക ഇടപെടൽ എന്നതിനപ്പുറത്തേക്ക് അത് ഉയർത്തുന്ന സന്ദേശത്തെ കൂടി ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. ഏതായാലും വിപുലമായ പരിപാടികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെ രാവിലെ 7 മണി മുതൽ നമ്മളുടെ സംസ്ഥാന പര്യടനം ആരംഭിക്കും. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലഹരിക്കെതിരായ
നടപടികൾ 24-ലൂടെ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിയെ തടയാൻ വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞു. ലഹരി തടയാൻ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. ലഹരിക്കെതിരെ സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നു വരണമെന്നും പിണറായിക്കൊപ്പം SKN എന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അരുതക്രമം അരുത് ലഹരി എന്ന മുഖ്യ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയ്ക്ക് മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം. അങ്ങ് ഈ തലശ്ശേരി കലാപത്തിൽ നേരിട്ടിറങ്ങിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഫുൾ വീര്യം സമൂഹത്തിലേക്ക് അങ്ങ് നേരിട്ടിറക്കാൻ സമയമായി നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം പോലീസുകാർ കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങ് ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത സമയം ഇട്ട് ഒരു 90 ദിവസമോ 150 ദിവസമോ ഇട്ടിട്ട് ഇതിന് തടയിടും എന്ന് അങ്ങ് നേരിട്ട് ഇടപെട്ട് പറയുന്ന ഒരു സമയമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സ്വപ്നം. കാരണം അങ്ങേക്ക് ഇത് പറ്റും. ലഹരി തടയാൻ വിപുലമായ കർമ്മ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നത്. ഇക്കാര്യങ്ങൾ 24-ലൂടെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ രോഗം എന്നാണ് ലഹരി വ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തെ തടയാൻ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപകർ അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ, ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകി. പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ. പ്രാഥമികമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവർ അവരാണല്ലോ. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ മതമോ രാഷ്ട്രീയമോ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ആ തരത്തിലുള്ള പ്രചാരണ രീതിയിലേക്ക് പോകരുതെന്നും മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ലഹരിക്കെതിരെ ജനങ്ങളാകെ ഇറങ്ങണമെന്നും സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തേത് എന്ന പോലെ ബോധവൽക്കരണത്തിലേക്ക് ഇറങ്ങേണ്ട കാലഘട്ടമാണിത്. ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളോട് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ അതിവിപുലമായ പ്രചാരണം നടത്തുന്ന 24-ലൂടെയാണ് സർക്കാർ നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 24 തിരുവനന്തപുരം. SKN40 യാത്രയുടെ ഭാഗമായി ലഹരിക്കെതിരെ പ്രേക്ഷകർ പ്രതിജ്ഞ ചൊല്ലി. ഉദ്ഘാടന വേദിയിൽ നിന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ കേരളത്തിൽ എമ്പാടുമുള്ള പ്രേക്ഷകർ ഏറ്റുചൊല്ലി. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്ക് പേടിയുണ്ടോ? ഭരണത്തിൽ കുടുംബം ഇടപെടുമോ? സാധാരണക്കാരന് മുഖ്യമന്ത്രിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾക്ക് പിണറായിക്കൊപ്പം SKNൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലേക്ക്. SKN40 യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രത്യേക അഭിമുഖം. ഗൗരവ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സു തുറന്ന് മുഖ്യമന്ത്രി. മന്ത്രിമാർക്കൊക്കെ അങ്ങനെ ഒരു പേടിച്ചു മാറി നിൽക്കുന്ന അവസ്ഥ ചിലരെങ്കിലും അങ്ങനെയുണ്ടോ? LDF എന്നത് പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തി പോകുന്ന ഒരു സംവിധാനമാണ്. പൊതുവെ വിലയിരുത്തപ്പെടാറുള്ള പരുക്കൻ സ്വഭാവത്തെക്കുറിച്ച് കൗതുകമുള്ള ഉത്തരം. ഞാൻ കാണുന്നത് ഗുണത്തിനാണ് വന്നു ഭവിച്ചിട്ടുള്ളതെന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാൻ ആൾ തയ്യാറാവില്ല. നിങ്ങൾ ചാർത്തിത്തതൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കുമെന്നുള്ള സംശയം അത്തരം ആളുകൾക്ക് വരും. കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരോട് മുഖ്യമന്ത്രിക്ക് എന്താണ് സമീപനം? മനസ്സിൽ ശത്രുതയുണ്ടോ? വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് ഞാൻ കാണാറില്ല. വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ മറുപടി ശക്തമായി പറഞ്ഞെന്ന് വരും. വിമർശനങ്ങൾ കടുക്കുമ്പോൾ ഉറക്കം കിട്ടുമോ എന്ന് SKN. മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച കാലത്തും നന്നായി ഉറങ്ങിയെന്ന് മുഖ്യമന്ത്രി. അങ്ങേക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടുന്ന സമയമാണോ ഇതിപ്പോ? എനിക്ക് എല്ലാ ഘട്ടത്തിലും നല്ല ഉറക്കം കിട്ടാറുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത.
നിങ്ങൾ ഈ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലത്തും ഞാൻ ശാന്തമായി ഉറങ്ങുമായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ഉറക്കം പോകുന്നത്. ശരിക്കും ഭരണത്തിൽ കുടുംബത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പൊതുജീവിതവും കുടുംബവും രണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രി നല്ല കുടുംബസ്ഥനാണോ? കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറേ നോക്കാനുണ്ടാവും. ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പുകവലിയെ കുറിച്ചുള്ള സ്വന്തം അനുഭവവും മുഖ്യമന്ത്രി 24 തുറന്നു പറഞ്ഞു. നല്ലോണം പുകവലിക്കും. ചാർമിനാറായിരുന്നു എൻ്റെ ബ്രാൻഡ്. അതെന്നാ നിർത്തിയത്? അത് എനിക്ക് ശരിക്കും ബോധം വന്നതിന് ശേഷം നിർത്തി. ബോധം വരാൻ കുറച്ച് സമയം എടുക്കും. സിനിമ കാണുന്നത് ഇഷ്ടമെങ്കിലും ഇപ്പോൾ സമയം കിട്ടാറില്ല. ഇഷ്ടഭക്ഷണം സമയമെടുത്ത് കഴിക്കുന്നതാണ് രീതി. പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. അതിൻ്റെ ഭാഗമായുള്ള കരുത്ത് ഓരോ ആൾക്കും ഉണ്ടാവണം. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 24 തിരുവനന്തപുരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13 വയസ്സുകാരി തൃശൂരിലെത്തി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ലോഡ്ജിൽ മുറിയെടുക്കാൻ പെൺകുട്ടിയും യുവാവും എത്തിയ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഇപ്പോൾ വിശദാംശങ്ങളുമായി അഭിജിത്ത്, ഈ തൃശ്ശൂരിൽ ഈ പെൺകുട്ടി എത്തിയ ദൃശ്യമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന്റെ അന്വേഷണം ഇവിടെ വരെ എത്തിയ അഭിജിത്ത്? ഉന്മേഷ്, ഇത് വെള്ളിയാഴ്ചത്തെ ദൃശ്യങ്ങളാണ്. വെള്ളിയാഴ്ച തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും യുവാവും എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ ലോഡ്ജിൽ റൂം എടുക്കാൻ ഇവരെത്തുന്നു. പക്ഷേ മതിയായ രേഖകൾ ഈ പെൺകുട്ടിക്ക് ഇല്ലാത്തതിനാൽ റൂം നൽകിയില്ല എന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത്. ഇവർ ഇക്കാര്യം പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചും ഒപ്പം മറ്റിടങ്ങളിലേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 11-നാണ് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന പരാതിയുമായി കുടുംബം പോലീസിനെ സമീപിച്ചത്. സ്കൂളിലേക്ക് പോയതായിരുന്നു, പരീക്ഷയ്ക്ക് പോയതായിരുന്നു പെൺകുട്ടി. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. ബന്ധുവായ ഒരാളൊപ്പം, ഒരു യുവാവിനൊപ്പമാണ് ഈ പെൺകുട്ടി പോയത് എന്ന ഒരു അനുമാനത്തിലേക്കാണ്, അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണവും പുരോഗമിക്കുന്നത്. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയുമായ അനുരാജാണ് പിടിയിലായത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിക്കാൻ പണപ്പിരിവ് നടത്തിയത് അനുരാജ് എന്നാണ് കണ്ടെത്തൽ. ഹോളി ആഘോഷത്തിന് കഞ്ചാവ് എത്തിക്കാനുള്ള ഏകോപനം നടത്തിയത് അനുരാജാണ്. ഇന്ന് രാവിലെയാണ് കളമശ്ശേരിയിൽ നിന്ന് അനുരാജിനെ പോലീസ് പിടികൂടിയത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചത് അനുരാജിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ആഷിഖും ഷാലിക്കും നൽകിയ മൊഴിയാണ് നിർണായകമായത്. അനുരാജിന് പണം നൽകിയവരെയും കസ്റ്റഡിയിലെടുക്കും. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയ ഇതര സംസ്ഥാനക്കാരൻ സുഹൈലിനായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 16,000 രൂപയാണ് ഷാലിഖ് ഇതര സംസ്ഥാനക്കാരനായ സുഹൈലിന് ഗൂഗിൾ പേ ചെയ്തത്. ബാക്കി തുക നേരിട്ട് കൈമാറി. കേസിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പിടിയിലാകുമെന്നാണ് വിവരം. 24 കൊച്ചി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ മിനി കഞ്ചാവ് വിപണന കേന്ദ്രമെന്ന് പോലീസ്. കോളേജിനകത്ത് മാത്രമല്ല, കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു. സാധാരണഗതിയിൽ സൗഹൃദങ്ങളുടെ അടയാളമായാണ് കോളേജ് ഹോസ്റ്റലുകൾ അറിയപ്പെടുന്നത്. എന്നാൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ സൗഹൃദങ്ങൾക്കപ്പുറം ഒരു ഡ്രഗ് ഗ്യാരേജായി മാറിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2 കിലോ കഞ്ചാവും തൂക്കി നൽകാനുള്ള ത്രാസുമാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കോളേജിൽ മാത്രം ചുരുങ്ങുന്ന വിപണനമല്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. പരിശോധന ഉണ്ടാകില്ലെന്ന ധൈര്യത്തിൽ കഞ്ചാവ് ഹോസ്റ്റൽ മുറികളിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വിപണനം നടത്തുന്നതാണ് രീതി. ഇത്തവണ ഹോസ്റ്റലിലേക്ക് എത്തിയത് 4 കഞ്ചാവ് പൊതികൾ. 2 മാത്രമാണ് പിടികൂടാനായത്. എറണാകുളത്തെ കോളേജ് ഹോസ്റ്റലുകളും സ്വകാര്യ ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തൽ. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. കൊച്ചിയിൽ ലഹരിവേട്ട തുടർന്ന് പോലീസ്. ഇന്നലെ രാത്രി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 30 പേർ പിടിയിലായി. 25 ഗ്രാം MDMA പിടികൂടി.
നഗരത്തിന്റെ വിവിധ മേഖലകളിലാണ് പോലീസ് ഇന്നലെ പരിശോധന നടത്തിയത്. തോപ്പുംപടിയിൽ നിന്നും എറണാകുളം SRM റോഡിൽ നിന്നും 2 പേരെ MDMAയുമായി പിടികൂടി. ഇന്നലത്തെ പ്രത്യേക പരിശോധനയിൽ മാത്രം 30 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന ഉണ്ടായിരുന്നു. 2 ഗ്രാം കഞ്ചാവുമായി ഒരു കോളേജ് വിദ്യാർത്ഥിയെ പിടികൂടി. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നഗരത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ, ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഇത്തരം സ്ഥലങ്ങളിൽ വൻതോതിൽ ലഹരി എത്തിച്ച് ചെറു പാക്കറ്റുകളാക്കി മാറ്റി വിപണനത്തിലെത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. വിദ്യാർത്ഥികളാണ് ഇതിൽ പകുതിയിലധികവും. 24 കൊച്ചി. വയനാട്ടിൽ ലഹരിയെ പിടിച്ചുകെട്ടാൻ ഡ്രോൺ പരിശോധനയുമായി പോലീസ് 3 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 5 പേരെ പിടികൂടി. ചെക്ക് പോസ്റ്റുകളിലും അതിർത്തി മേഖലകളിലുമാണ് ആദ്യഘട്ടത്തിൽ ഡ്രോൺ നിരീക്ഷണം. വയനാട്ടിൽ ലഹരിക്കടത്തും കച്ചവടവും ഇനി വേണ്ട, എല്ലാം മുകളിൽ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്. വയനാട് പോലീസിന്റെ ഡ്രോൺ. കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനാണ് പുതിയ പദ്ധതി. ഈ ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി 5 പേരെയാണ് ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി മലപ്പുറം സ്വദേശി സൈഫുർ റഹ്മാൻ, അമ്പലവയൽ സ്വദേശി ജംഷീർ, പെരിക്കലൂർ സ്വദേശി കാർത്തിക്, നടവയൽ സ്വദേശികളായ മഹേഷ്, ഉണ്ണി എന്നിവരെയാണ് കഞ്ചാവുമായി ഡ്രോണിന്റെ സഹായത്തോടെ പിടികൂടിയത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിലേക്ക് ലഹരി ഒഴുകുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി. 24 വയനാട്. എറണാകുളം മലയാറ്റൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവ് മരിച്ചു. 27-കാരൻ സിബിനാണ് മരിച്ചത്. സുഹൃത്ത് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട്. അഭിജിത്ത്, തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, നിലവിൽ തീ അണയ്ക്കാനായി കഴിഞ്ഞിട്ടില്ല. വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 6 യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം അത് പുരോഗമിക്കുകയുമാണ്. ആക്രിക്കടയ്ക്കാണ് തീ പിടിച്ചത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ തീ പടർന്നു പിടിക്കുന്നുമുണ്ട്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ആദ്യം വെള്ളിമാട് കുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്ന് യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ളൊരു ശ്രമം ആരംഭിച്ചു. പിന്നീട് തീ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്നാണ് മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുകൂടി ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയത്. നിലവിൽ തീ അണയ്ക്കാനുള്ളൊരു അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും എറണാകുളത്തും ലഹരിവേട്ട. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി അജിത് വർഗീസാണ് പിടിയിലായത്. 44 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പാളയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ കഞ്ചാവുമായി യൂബർ ടാക്സി ഡ്രൈവർ പിടിയിലായി. കൊല്ലം സ്വദേശി റഷീദാണ് അറസ്റ്റിലായത്. 4 കിലോ കഞ്ചാവ് കണ്ടെത്തി. രാജ്യത്ത് വൻ ലഹരിവേട്ട. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടി രൂപയുടെ ലഹരി പിടികൂടി. 75 കോടിയിലധികം രൂപ വില വരുന്ന 38 കിലോ MDMAയുമായി 2 നൈജീരിയൻ യുവതികൾ ബംഗളൂരുവിൽ പിടിയിലായി. അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര ലഹരിക്കടത്തുകാർക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് വിവിധയിടങ്ങളിലായി പരിശോധനകൾ നടക്കുന്നത്. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടിയുടെ ലഹരിമരുന്നാണ് പിടികൂടിയത്. മെത്താംഫെറ്റമൻ ഗുളികകളുടെ ശേഖരമാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി വിമുക്ത ഭാരതമെന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി നൽകുന്നതാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നടപടിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ചു. 6 മാസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണത്തിലൊടുവിലാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേരെ കർണാടക പോലീസ് വലയിലാക്കിയത്. നൈജീരിയ സ്വദേശികളാണ് അറസ്റ്റിലായ സ്ത്രീകൾ. ബിസിനസ് വിസയിൽ ഇന്ത്യയിലേക്ക് എത്തിയവരാണ് ഇരുവരും. 75 കോടി രൂപയിലധികം വില വരുന്ന MDMA ഇവരിൽ നിന്നും പിടികൂടി. പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് 10 പാക്കറ്റ് ഹെറോയിനും BSF പിടികൂടി. 24 ഡൽഹി. സർക്കാരിനെതിരെ പുതിയ പ്രതിഷേധ മുഖം തുറക്കാനൊരുങ്ങി ആശാ വർക്കേഴ്സ്. ആയിരക്കണക്കിന് ആശാ വർക്കേഴ്സ് അണിനിരക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നാളെ നടക്കും. എന്നാൽ ഇതേ ദിവസം തന്നെ ആശാ വർക്കേഴ്സിന് പരിശീലന പരിപാടി സംഘടിപ്പിച്ച് സമരം പൊളിക്കാനാണ് സർക്കാർ നീക്കം. സുരേഷ് ഗോപി ഉത്തരവുമായി വരണം എന്ന ആവശ്യമുന്നയിച്ച ആശമാരെ അഭിനന്ദിക്കുന്നുവെന്ന് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. അതിജീവന സമരം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉപരോധിച്ച് കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. സംസ്ഥാനത്തുടനീളമുള്ള 7000-ഓളം ആശാ വർക്കേഴ്സ് നാളെ നടക്കുന്ന ഉപരോധ സമരത്തിൽ അണിനിരക്കും. എന്നാൽ പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവ സംബന്ധിച്ചുള്ള പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ വഴി ആശാ വർക്കേഴ്സിന് നിർദ്ദേശം നൽകി. പങ്കെടുക്കുന്നവരുടെ ഹാജർ നില ഉൾപ്പെടെ കൃത്യമായി അറിയിക്കണമെന്ന കർശന നിർദ്ദേശവും നൽകി.
സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കമെന്ന ആശമാർ. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ജനങ്ങൾക്കും നിങ്ങൾ മീഡിയാസിന് മനസ്സിലായില്ലേ? ഞങ്ങൾ കൂലി ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയും സന്നദ്ധ പ്രവർത്തനമെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ നിർബന്ധിതമായിട്ട് ജോലിക്ക് കയറ്റി. ഇതൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങൾ എന്തുമാത്രം സമ്മർദ്ദത്തിലാണ് ഈ പണിയെടുക്കുന്നത്. വേതന വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ഉത്തരവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരണമെന്ന് ആവശ്യപ്പെട്ട ആശമാരെ അഭിനന്ദിക്കുന്നുവെന്ന് പി സന്തോഷ് കുമാർ എം പി. അവരുടെ സ്റ്റാൻഡ് വളരെ ശരിയാണ്. കുറച്ച് വൈകിയാണെങ്കിലും അവർ ഈ കാര്യത്തിനകത്ത് അത് കൃത്യമായി പറഞ്ഞതിൽ ഞാൻ അവർ അഭിനന്ദിക്കുന്നു. കുറച്ച് വൈകിപ്പോയി എങ്കിലും അവർ കൃത്യമായി പറഞ്ഞു. 1-2 തവണ കൊട്ടുംപാട്ടം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അത് പറയാൻ കാണിച്ചല്ലോ, അത് ഗംഭീരായി. നാളെ നടക്കുന്ന പരിശീലന പരിപാടി ബഹിഷ്കരിച്ച ഉപരോധ സമരം വിജയിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. LDF സർക്കാരിന് 3-ാം ഊഴം ഉറപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 24-നോട്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയും ഗവർണറുടെ സമീപനത്തെക്കുറിച്ചുള്ള നിലപാടും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. നമ്മളൊരു 3-ാം ഊഴം ചർച്ച ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിണറായി സർക്കാർ ആയിരിക്കുമോ ഇനി വരാൻ? 3-ാം ഊഴം വ്യക്തി എന്ന നിലക്ക് കാണേണ്ടതല്ല. നമ്മുടെ LDFന്റെ 3-ാം ഊഴം ഉറപ്പാണ്. പിണറായി സർക്കാർ എന്ന് പറയാം, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ പല തീരുമാനങ്ങൾ വരേണ്ട കാര്യമാണ്. പിണറായിക്കൊപ്പം SKN എന്ന പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി 3-ാം ഊഴത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. 35 ദിവസം പിന്നിട്ട ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇതാദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ LDF ഗവൺമെൻറ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത്. ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും. ആ കുടിശ്ശിക തീർത്തും ബാധ്യത ഗവൺമെൻറ്റുണ്ട്. ആ ബാധ്യത പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടത്. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ ചർച്ചയായിരുന്നു. ഗവർണർ മാന്യമായ നിലപാട് സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ സ്വീകരിച്ച സമീപനം ഒരു നിവേദനം കൊടുക്കലായിരുന്നില്ല. അത് അവരുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് പൊതുവായ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു പരസ്പര സൗഹൃദ ചർച്ചയാണ് നടന്നത്. അതാണ് ഞാനതിലുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സംസ്ഥാനം എൻ്റെ സംസ്ഥാനമാണിപ്പോൾ. ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കും, എവിടെ വേണമെങ്കിലും ഞാൻ വരുമെന്ന നിലപാടാണ് ഗവർണർക്കുള്ളത്. അത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണല്ലോ. സംസ്ഥാന ഖജനാവിന്റെ ആരോഗ്യം പൊതുവെ നല്ലതാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ അതിശയകരമായ വർധനയുണ്ട്. വായ്പാ പരിധിയിലെ ബുദ്ധിമുട്ട് ഒഴിവാകുകയും കേന്ദ്രവിഹിതം ലഭിക്കുകയും ചെയ്താൽ പ്രതിസന്ധി ഇല്ലാതാകും. നവംബർ 1-ന് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ അതിദരിദ്രർക്കുള്ള വീടും സ്ഥലവും വേഗത്തിൽ കണ്ടെത്താൻ സർക്കാർ. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി. കേരളപ്പിറവിക്ക് മുൻപായി കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. 24 ബ്രേക്കിംഗ്. 2025 നവംബർ 1-ന് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. അടുത്തിടെ പുറത്തിറക്കിയ വാർഷിക കൈപ്പുസ്തകത്തിലും ഇക്കാര്യം സർക്കാർ ആവർത്തിച്ചിരുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇപ്പോഴും പ്രവർത്തനങ്ങൾക്ക് വേഗം പോരാ. കുടുംബങ്ങളെയും വ്യക്തികളെയും അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള മൈക്രോ പ്ലാനുകൾ പ്രകാരം സ്ഥലവും വീടും ആവശ്യമുള്ള 5776 കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 2024 ഡിസംബർ 31 വരെ വീടും സ്ഥലവും ലഭ്യമാക്കാൻ കഴിഞ്ഞത് 412 കുടുംബങ്ങൾക്ക് മാത്രം. തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനുവരി 30-ന് നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണിത്. 2021 ജൂൺ 2-നാണ് അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ സർവേ ആരംഭിച്ചത്. 3 വർഷവും 9 മാസവും കഴിഞ്ഞിട്ടും 7.13% കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്ഥലവും വീടും നൽകാൻ സർക്കാരിനായത്. ഈ കേരളപ്പിറവിക്ക് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനായിരുന്നു സർക്കാർ നീക്കം. എന്നാൽ പട്ടികയിൽ ബാക്കിയുള്ളവർക്ക് വീട് നൽകാൻ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല. ഇത് കണ്ടെത്താനാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ മുതൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വരെയുള്ള 6-അംഗ ലാൻഡ് പർച്ചേസ് സമിതി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പുനരധിവാസത്തിന് അനുയോജ്യ ഭൂമി കണ്ടെത്തി നടപടികൾ വേഗത്തിലാക്കുകയാണ് സമിതികളുടെ ലക്ഷ്യം. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് സർക്കാർ പറഞ്ഞ നവംബർ 1-ന് ഇനി ഏതാണ്ട് 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനുള്ളിൽ വേണം പട്ടികയിലുള്ള 92.87% പേർക്കും വീടും സ്ഥലവും കണ്ടെത്തി നൽകാൻ. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം.
തൃശൂർ തിരുവില്ലാമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. കാറിലുണ്ടായിരുന്ന 5 അംഗ കുടുംബം രക്ഷപ്പെട്ടു. സൂരജ് സജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഇന്ന് 7:30 ഈ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ചിരുന്ന സംഘം ഈ പുഴയിൽ അപകടത്തിൽപ്പെടുന്നത്. തിരുവില്ലാമലയിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൊണ്ടാഴി തിരുവില്ലാമല ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്തുകടൽ തടയണയിലാണ് രാത്രി 7:30 അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം കോട്ടക്കൽ സ്വദേശികളായിട്ടുള്ള ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ സദാനന്ദൻ, വിശാലാക്ഷി തുടങ്ങിയ 5 പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. കുത്താമ്പള്ളിയിലെ കൈത്തറി കടകളിൽ നിന്ന് തുണി വാങ്ങിയ ശേഷം ഇവർ വീട്ടിലേക്ക് പോവുകയായിരുന്നു, മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുകയും പിന്നീട് ഈ തിരുവില്ലാമലയുടെ ഭാഗത്ത് നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന തടയണയിൽ ദിശ തെറ്റി പുഴയിലേക്ക് കാർ പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാരെത്തി എന്തായാലും 5 പേരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുണ്ടായിത്തോട് മർദ്ദനമേറ്റ് പിതാവ് മരിച്ച കേസിൽ മകൻ സനൽ കീഴടങ്ങി. നല്ലളം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഈ മാസം 5-നാണ് ഗിരീഷിന് മർദ്ദനമേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഗിരീഷ് മരിച്ചത്. 5-ാം തീയതി രാത്രിയാണ് ഗിരീഷിനെ സനൽ മർദ്ദിച്ചത്. സനൽ തള്ളിയതിനെ തുടർന്ന് തലയടിച്ച് വീഴുകയായിരുന്നു ഗിരീഷ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെങ്കിലും ഗിരീഷ് മരിച്ചു. ഇതിനു പിന്നാലെ സനൽ ഒളിവിൽ പോയി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടെ പ്രതി നല്ലളം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. നരഹത്യക്കായിരുന്നു പോലീസ് കേസെടുത്തത്. കുടുംബ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. 24 കോഴിക്കോട്. കോട്ടയത്ത് മോഷണക്കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ പോലീസുകാരന് കുത്തേറ്റു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ CPO സുനു ഗോപിക്കാണ് പരിക്കേറ്റത്. പ്രതി അരുൺ ബാബുവിനെ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് പിടികൂടി. ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ കോട്ടയം SS മൗണ്ടിലായിരുന്നു സംഭവം. കോട്ടയം മള്ളുശ്ശേരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണം കവർന്ന കേസിലെ പ്രതിയായ അരുൺ ബാബു ഒളിവിലായിരുന്നു. ഇയാൾ SS മൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി. വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന അരുണിനെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചു. ഈ സമയം ഇയാൾ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച സിവിൽ പോലീസ് ഓഫീസർ സുനുവിനെ കുത്തുകയായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി അരുൺ ബാബുവിനെ ഉടൻ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മുൻപ് നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. 3 തവണ കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടുണ്ട്. കഴുത്തിൽ കുത്തേറ്റ സുനുവിനെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കു ഗുരുതരമല്ലെന്ന് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചു. 24 കോട്ടയം. പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചും ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെല്ലായിടത്തുമുള്ള ഭീകരവാദ വേരുനീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇന്ത്യ നടത്തിയ സമാധാന നീക്കങ്ങളോട് പാകിസ്ഥാൻ സഹകരിച്ചില്ലെന്നും അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെഡ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. അഭിമുഖത്തിൽ RSSനെ പുകഴ്ത്തിയിട്ടുണ്ട്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായി 3.25 മണിക്കൂറോളമാണ് മോദി സംസാരിച്ചത്. മോദി എന്ന പേരല്ല, ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്ത്. വിമർശനം ജനാധിപത്യത്തിന്റെ ആത്മാവാണ്. വിമർശനങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. പോഡ്കാസ്റ്റിൽ പാകിസ്ഥാനെ മോദി രൂക്ഷമായി വിമർശിച്ചു. ലോകത്ത് എല്ലായിടത്തുമുള്ള ഭീകരവാദ വേര് നീളുന്നത് പാകിസ്ഥാനിലേക്കെന്ന് പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. अब दुनिया में कहीं पर भी टेररिस्ट की घटना घटती है तो कहीं न कहीं सूत्र पाकिस्तान जाकर के अटकते हैं. अब देखिए 9/11 इतनी बड़ी घटना घटी अमेरिका में, उसका मेन जो सूत्रधार था ओसामा बिन लादेन, वो आखिर में कहाँ से मिला? पाकिस्तान में ही शरण लेके बैठा था. RSS പോലുള്ള സംഘടനയിൽ നിന്ന് ജീവിതത്തിന്റെ സത്തയും മൂല്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്നും പ്രധാനമന്ത്രി. अमेरिकन प्रेसिडेंट डोनाल्ड ट्रंपिനും പ്രശംസ. अब संघ एक बहुत बड़ा संगठन है, शायद अब उसके 100 साल हो रहे, ये 100वां वर्ष है और दुनिया में इतना बड़ा स्वयंसेवी संगठन कहीं होगा ऐसा मैंने तो नहीं सुना है. ഗുജറാത്ത് കലാപം രാഷ്ട്രീയവൽക്കരിച്ചു, എന്നാൽ കോടതി സത്യത്തിനൊപ്പം നിന്നെന്നും പോഡ്കാസ്റ്റിൽ പറയുന്നു. 24 ഡൽഹി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. സ്ഫോടനത്തിൽ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു. നൌഷിഗി ജില്ലയിലാണ് സ്ഫോടനമുണ്ടായത്. 7 ബസ്സുകളുടെ സൈനിക വ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇറാൻ അതിർത്തിയിലെ തഫ്താൻ മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു സൈനിക വ്യൂഹം.
സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. മറ്റൊരു സൈനിക ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ സൈനികരെയും തങ്ങൾ വധിച്ചതായി സംഘടന അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യം പാകിസ്ഥാൻ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞയാഴ്ച BLS ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന 30 പേരെ ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി TR രഘുനാഥനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് രഘുനാഥനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. AV റസലിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി രഘുനാഥനെ നിശ്ചയിച്ചത്. നിലവിൽ CITU ജില്ലാ സെക്രട്ടറിയും ദീർഘനാളായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ രഘുനാഥനെ സംസ്ഥാന കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തിരുന്നു. KPCC സെമിനാറിൽ പങ്കെടുത്ത G സുധാകരനെ പിന്തുണച്ച് ആലപ്പുഴയിലെ CPIM നേതാക്കൾ. സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ പാർട്ടിക്കാർ അല്ലെന്നും ചെങ്കൊടിയെടുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും CPIM നേതാവ് AM ആരിഫ് പറഞ്ഞു. G സുധാകരനെതിരായ സൈബർ സഖാക്കളുടെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും CPIM നേതൃത്വം ഇത് നിയന്ത്രിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. KPCC സെമിനാറിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ G സുധാകരനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടങ്ങിയത്. പിന്നാലെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അമ്പലപ്പുഴ MLAയുമായ H സലാം ഇതിനെതിരെ രംഗത്തെത്തി. സൈബർ ആക്രമണം ആര് നടത്തിയാലും തെറ്റാണെന്നും CPIMന്റെ സൈബർ ഇടങ്ങളിലെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി ആരും പ്രവർത്തിക്കാൻ പാടില്ലെന്നുമായിരുന്നു H സലാമിന്റെ പ്രതികരണം. പിന്നാലെ G സുധാകരനെ പിന്തുണച്ച് മുൻ MP AM ആരിഫും എത്തി. KPCC പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം പാർട്ടിയിലോട് നീരസത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസുകാർ അദ്ദേഹത്തെ എന്തെങ്കിലും പാർട്ടിക്കെതിരായി പറയിപ്പിക്കാമെന്ന് കരുതിയൊക്കെ ആയിരിക്കും വിളിച്ചത്. KPCC പരിപാടിയിൽ G സുധാകരൻ പങ്കെടുത്തത് തങ്ങൾ ക്ഷണിച്ചതുകൊണ്ടാണെന്നും അതിന്റെ പേരിൽ നടത്തുന്ന സൈബർ ആക്രമണം CPIM നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്തരം വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ്. അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. G സുധാകരനെതിരായ സൈബർ ആക്രമണത്തിൽ DYFI CPIM ഭാരവാഹികളുണ്ടെന്നും ആക്ഷേപമുണ്ട്. G സുധാകരനെതിരായ സൈബർ ആക്രമണങ്ങളിൽ ജില്ലാ സെക്രട്ടറി R നാസർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ആലപ്പുഴ. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ കടുത്ത എതിർപ്പുമായി ഇടതു പാർട്ടികൾ. സ്റ്റാർലിങ്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ഡേറ്റാ സുരക്ഷയെക്കുറിച്ച് നിലവിൽ തന്നെ ആശങ്കയുണ്ടെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും CPI രാജ്യസഭാംഗം P സന്തോഷ് കുമാർ 24നോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ട് തരത്തിലുള്ള അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനെറ്റ് സേവന മേഖലയിൽ കുത്തകവൽക്കരണത്തിന് ഇടയാകും എന്നതാണ് ഒന്ന്. സുപ്രധാന മാപ്പിംഗ് വിവരങ്ങൾ ഉൾപ്പെടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സ്റ്റാർലിങ്കിന് ലഭിക്കും എന്നതിനാൽ രാജ്യസുരക്ഷ തന്നെ ഭീഷണിയിലാകുമെന്നും പ്രകാശ് കാരാട്ട്. Through the satellite link of Starlink, they can access all the mapping and resources of our country. Normally, such satellite links should be given only to the Indian agencies, Indian security and other official agencies. യുക്രൈനിൽ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും കാരാട്ട ചൂണ്ടിക്കാണിക്കുന്നു. ഡാറ്റാ സുരക്ഷയെ സംബന്ധിച്ച നിലവിൽ തന്നെ ആശങ്കകൾ നിലനിൽക്കെ സ്റ്റാർലിങ്ക് ആഭ്യന്തര സുരക്ഷയെയും ജനങ്ങളുടെ താൽപര്യങ്ങളെയും ബാധിക്കുമെന്ന് CPI രാജ്യസഭാംഗം P സന്തോഷ് കുമാർ. രഹസ്യ വിവരങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചോർത്തുക എന്ന് പറയുന്നത് അനായാസമായൊരു പ്രക്രിയയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇവരുടെ ഒരു കൺട്രോളിംഗ് സെന്ററും കൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അത് ആഭ്യന്തര സുരക്ഷയും രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങളെയും ബാധിക്കും. മണ്ഡല പുനർനിർണയം, ത്രിഭാഷാ വിഷയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്കൊപ്പം നാളെ സ്റ്റാർലിങ്ക് വിഷയവും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് ഇടതു പാർട്ടികളുടെ തീരുമാനം. 24 ഡൽഹി. കൊച്ചിയിലും കോഴിക്കോടും പാലക്കാടും മഴ. പാലക്കാട് കൊപ്പം വിളത്തൂരിൽ മിന്നലേറ്റ് കിടക്ക നിർമ്മാണ കമ്പനിക്ക് തീപിടിച്ചു. പാറയ്ക്കൽ മൂസ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കിടക്ക നിർമ്മാണ കമ്പനിക്കാണ് തീപിടിച്ചത്. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. കൊപ്പത്ത് 3 പേർക്ക് മിന്നലേറ്റു. എറയൂർ ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് സംഭവം. പരിക്കേറ്റവരെ കൊപ്പത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ കൊടുപ്പുന്നയിൽ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാവ് ഇടിമിന്നലേറ്റു മരിച്ചു. കൊടുപ്പുന്ന പുതുവൽ ലക്ഷംവീട്ടിൽ അഖിൽ P ശ്രീനിവാസനാണ് മരിച്ചത്. പരിക്കേറ്റ അഖിലിനെ എടത്തുവിൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷഹദ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, ഇത് വലിയ തീപിടുത്തമാണോ? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടല്ലോ ഷഹദ്. ഉന്മേഷ്, കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായിട്ട് കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ ഇടിയും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇടിമിന്നലിൽ നിന്ന് ഏറ്റിട്ടുള്ള ഇടിമിന്നലിന് കാരണമാണ് ഇത്തരത്തിൽ ഈ കടയിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമീപം അങ്ങോട്ട് പുറത്താണ് ആക്രിക്കടക്ക് തീപിടിച്ചിട്ടുള്ളത്. AK ഹുസൈൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയാണ് ഇത്. ഇന്ന് ഏകദേശം രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ട്, അതായത് ഇടിമിന്നലിന്റെ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. തീപിടിക്കുന്ന സമയത്ത് ആക്രിക്കടയിൽ കുറേയധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ വെള്ളിമാടുകുന്ന് അതുപോലെ തന്നെ ബീച്ച്. ഷഹദ്, ശബ്ദത്തിലൊരു ചെറിയ വ്യക്തത കുറവുണ്ട്, വ്യക്തമാകുന്നില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ഇപ്പോൾ ആക്രിക്കടയ്ക്ക് തീപിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതലായി ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് ഷഹദ് റഹ്മാൻ അറിയിക്കുന്നത് കോഴിക്കോട് നിന്ന്. ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്നും 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ IOC DGM അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു. മുൻപും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന പരാതിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അന്വേഷണം തുടങ്ങി. അലക്സ് മാത്യുവിനെ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി കടയ്ക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു പിടിയിലായത്. മനോജിന്റെ കവടിയാറിലെ വീട്ടിൽ നിന്നും അതിവിദഗ്ധമായാണ് വിജിലൻസ് സംഘം അലക്സിനെ കുടുക്കിയത്. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ 10 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്നായിരുന്നു ആവശ്യം. അഡ്വാൻസായി 2 ലക്ഷം രൂപ വാങ്ങാനാണ് അലക്സ് കവടിയാറിലെത്തിയത്. പിടിയിലാകുമ്പോൾ കൈക്കൂലിപ്പണം 2 ലക്ഷത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി അലക്സിൽ നിന്നും കണ്ടെത്തി. ബാങ്കിൽ നിന്നെടുത്ത പണമാണിതെന്നാണ് അലക്സിന്റെ മൊഴി. എന്നാൽ അതിന്റെ രേഖകൾ അലക്സ് നൽകിയിട്ടില്ല. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസ് സംഘം പുലർച്ചെ വരെ പരിശോധന നടത്തി. റെയ്ഡിൽ വീട്ടിൽ നിന്നും 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും പണവും കണ്ടെത്തി. ഇയാൾ മുമ്പും ഗ്യാസ് ഏജൻസി ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതിയിൽ വിശദ അന്വേഷണത്തിനൊരുങ്ങുകയാണ് വിജിലൻസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അലക്സ് മാത്യുവിന് ECGയിൽ വ്യതിയാനം കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 24 തിരുവനന്തപുരം. തൃക്കാക്കര നഗരസഭയിൽ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർ വാങ്ങിയ പണം ഗൂഗിൾ പേയിലൂടെ തിരികെ നൽകി. നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് കൈക്കൂലി പണം തിരികെ നൽകിയത്. കൈക്കൂലി വാങ്ങിയ കാര്യം നിതീഷ് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. തൃക്കാക്കര സ്വദേശിയോടാണ് ലൈസൻസ് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയ് കൈക്കൂലിയായി 8000 രൂപ വാങ്ങിയത്. വിവരം പുറത്തറിഞ്ഞതോടെ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയുടെയും കൌൺസിലർമാരുടെയും മുന്നിൽ വെച്ച് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇയാൾ ഗൂഗിൾ പേ വഴി പരാതിക്കാരന്റെ അക്കൌണ്ടിലേക്ക് പണം തിരികെ നൽകിയത്. വാർത്ത വന്നതിന് പിന്നാലെ നിതീഷ് റോയ് ഓഫീസിൽ നിന്നും അവധിയെടുത്ത് മുങ്ങുകയും ചെയ്തു. കൈക്കൂലി കേസിൽ നിതീഷ് റോയ്ക്കെതിരെ അച്ചടക്ക നടപടി വൈകുന്നതിനിടെയാണ് വാങ്ങിയ പണം തിരികെ കൊടുത്ത് കേസിൽ നിന്നും തലയൂരാൻ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നത്. ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി വൈകുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകരുടെ തീരുമാനം. കൈക്കൂലി വാങ്ങിയ പണം തിരികെ നൽകിയെങ്കിലും കൈക്കൂലി കേസ് ഇല്ലാതാകുന്നില്ല. തൃക്കാക്കര നഗരസഭയിലെ കൈക്കൂലിക്കാരനായ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയ്ക്കെതിരെ വകുപ്പുതല നടപടികളെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും കണ്ടെത്താനായില്ല. കടുവ കാട് കയറിയെന്നാണ് സംശയം. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും. രാവിലെ മുതൽ സ്നിഫർ ഡോഗിനെ എത്തിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ജനവാസ മേഖലയോട് 2 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹില്ലാഷ്, അരണാക്കൽ മേഖലയിലേക്ക് കടുവ നീങ്ങിയതായി ദൗത്യസംഘം കണ്ടെത്തി. ഇവിടങ്ങളിൽ 2 കൂടുകൾ കൂടി സ്ഥാപിക്കും. കടുവയ്ക്കായി നാളെയും തിരച്ചിൽ തുടരും. അനുകൂല സാഹചര്യമുണ്ടായാൽ മയക്കുവെടി വയ്ക്കും. കടുവ അവിടെ മൂവ് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ക്യാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 24/7 ക്യാമ്പ് ഇവിടെ തന്നെ തുടരും. മാത്രമല്ല ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും ഈ കണ്ടിന്യൂ ചെയ്യും.
കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സുരക്ഷ ഉറപ്പാക്കണമെന്ന് തോട്ടം തൊഴിലാളികൾ. ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ആട്, പശു അങ്ങനത്തെ ഈ മൃഗങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ വന്യമൃഗം ഈ ഇടക്കാലം കൊണ്ട് ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അത് വന്ന് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അപമാനം കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ്. ജനവാസ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കും. പരീക്ഷ നടക്കുന്ന സ്കൂളിനും സുരക്ഷ നൽകുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് ചൂരൽമലയിലെ കടയുടമ ജപ്തി ഭീഷണിയിൽ. മേപ്പാടി സ്വദേശി മുഹമ്മദ് അലിയുടെ വീടിനാണ് ജപ്തി ഭീഷണി. നാളെ നോട്ടീസ് പതിപ്പിക്കുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ അറിയിച്ചതായി മുഹമ്മദ് അലി പറഞ്ഞു. മുഹമ്മദ് അലിയുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കുമാണ് ഈ ഷട്ടർ ഇട്ടിരിക്കുന്നത്. വരുമാനം പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന സമയത്ത് വീടിനിതാ ജപ്തി ഭീഷണി. കെട്ടിടത്തിനും 2 കടകളുടെ നടത്തിപ്പിനുമായാണ് വീടിന്റെ പേരിൽ അലി ലോൺ എടുത്തത്. 8.5 ലക്ഷം രൂപ കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോഴേക്കും ദുരന്തം എല്ലാം കവർന്നു. പൂർണ്ണമായും വരുമാനം നിലച്ചു. കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ റെഡ് സോണിലാണ്. നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലും സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. വേദനയോടെ മുഹമ്മദ് അലി 24നോട് പറഞ്ഞു. ഈ ബിൽഡിംഗ് ആയിരുന്നു എൻ്റെ വരുമാന മാർഗം. ഈ വരുമാന മാർഗം കൊണ്ടാണ് ഞാൻ KSFB കുറി, ഈ ലോഡുകൾ ഇതെല്ലാം അടച്ചിരുന്നത്. എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ഇതെല്ലാം. ഇപ്പോൾ ആ വരുമാന മാർഗം 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ നിരച്ചു. അപ്പോൾ എനിക്ക് വേറൊരു മാർഗമല്ല. കാരണം സർക്കാർ എന്തെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോണൊക്കെ അടച്ചു തീർത്ത് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പച്ചപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ നിരവധി കടയുടമകളാണ് ലോണുകൾ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയാതെ ഉറക്കമില്ലാതെ കഴിയുന്നത്. നമുക്ക് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ 2 മണി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അഡ്വാൻസ് കൊടുക്കുന്നവർ തിരിച്ചു വയ്ക്കുന്ന അടുത്ത മാസം പൈസ വേണം. ഞങ്ങൾ എവിടെ നിന്നും കൊടുക്കണ്ടേ? എനിക്കുണ്ട് മക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എനിക്കുണ്ട്. എവിടെ എത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് കിട്ടിയിട്ടായിരുന്നു ഞങ്ങളെ ജീവിതം മുഴുവൻ പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ലോൺ എവിടെ നിന്ന് തിരിച്ചടയ്ക്കും? സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. വീട് മറ്റു സ്ഥലത്താണെങ്കിലും ചൂരൽമലയിൽ ഉണ്ടായിരുന്ന വരുമാനം പൂർണ്ണമായും അടഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടവും. മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ, 24. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയ്ക്കെതിരെ ദുരന്ത ബാധിതർ രംഗത്ത്. പട്ടികയിൽ നിന്നും അർഹതപ്പെട്ടവരെ അവഗണിച്ചു എന്നാണ് പരാതി. പൂർണ്ണമായും വീട് തകർന്നവരുടെ പേരുകൾ ഇല്ലെന്ന് ദുരന്ത ബാധിതർ പറയുന്നു. വയനാടിനെ പോലെ വിലങ്ങാടിനെയും ചേർത്ത് പിടിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ അതിജീവിക്കുന്ന വിലങ്ങാടൻ ജനതയെ അവഗണിക്കുന്നു എന്നാണ് ദുരിതബാധിതരുടെ പരാതി. ഉരുൾപൊട്ടി അതിനുശേഷം തന്നെ വാടക വീടും ബന്ധു വീടുകളിലൊക്കെ ആയി മാറിയാണ് താമസിച്ചു പോന്നിരുന്നത്. ഇനിയിപ്പം 1-2 മാസം കൊണ്ട് പുതിയൊരു മഴക്കാലം ആരംഭിക്കുകയാണ്. എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. വിലങ്ങാട് പന്നിയേരി ഉന്നതിയിലെ രജീഷിന്റെ വാക്കുകളാണിത്. വീട് പൂർണ്ണമായി തകർന്ന ഇത്തരത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്. ആദ്യം 36 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പരാതികൾ ലഭിച്ചതോടെ 15 പേരെ ഒഴിവാക്കി. ആദ്യത്തെ ലിസ്റ്റിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് അതിൽ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് അവകാശപ്പെടാത്ത ആൾക്കാരുള്ളതുകൊണ്ട് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ ലിസ്റ്റ് രണ്ടാമത് വന്നതിൽ 21 വീട്ടുകാരിൽ നമ്മൾ പേരില്ല. നാട്ടിലുള്ള ആരും പേരും ഇല്ല. എൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോയതാണ്. ഞാനും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള 2 വീട്ടുകാർ, ഞങ്ങൾ 3 വീട്ടുകാർ വീട് പോയതിൽ ആ 3 ആൾക്കാരും എവിടെയും ലിസ്റ്റിൽ വന്ന് കാണുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയത്തില്ല. കുറ്റല്ലൂർ, മാടഞ്ചേരി, പന്നിയേരി ആദിവാസി ഉന്നതികളിലെ ദുരിതബാധിതരെ പൂർണ്ണമായും അവഗണിച്ചു. കോഴിക്കോട് NIT നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. ദുരിതബാധിതരുടെ പരാതി പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം ആരംഭിച്ചു എന്നാണ് വിവരം. 24 കോഴിക്കോട്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സെസ് ഏർപ്പെടുത്താൻ ആലോചന. മാസം 1 രൂപ സെസ് ഏർപ്പെടുത്താനാണ് ഉദ്യോഗസ്ഥതല സമിതിയുടെ ശുപാർശ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ്. ഒരു വർഷം 3 കോടിയിലധികം രൂപ കണ്ടെത്താനാകുമെന്നാണ് കണക്കുകൂട്ടൽ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ 1,90 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്. ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത്. മുൻഗണനേതര വിഭാഗങ്ങളായ വെള്ള, നീല കാർഡ് ഉടമകൾക്കാണ് സെസ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഉദ്യോഗസ്ഥതല സമിതിയുടേതാണ് ശുപാർശ.
ഒരു മാസം ₹1 വീതം സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശയിലുള്ളത്. ശുപാർശയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഉദ്യോഗസ്ഥ സമിതി ശുപാർശ മാത്രമാണ്. ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുക്കൂ. തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരം നേടണം. എന്നാൽ മാത്രമേ സെസ് ഏർപ്പെടുത്താൻ കഴിയൂ. നീല വെള്ള കാർഡ് ഉടമകൾക്ക് അരിവില ഉയർത്താനും ശുപാർശ ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി. നിലവിൽ 6 പഞ്ചായത്തുകൾക്ക് നൽകുന്ന സൗജന്യമാണ് പിൻവലിക്കുക. എന്നാൽ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. കഴിഞ്ഞ ദിവസം നാട്ടുകാരും ജനപ്രതിനിധികളുമായി നടന്ന യോഗത്തിൽ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. 10 കിലോമീറ്റർ പരിധിയിൽ സൗജന്യ യാത്ര വേണമെന്ന ആവശ്യത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഉറച്ചുനിന്നതോടെയാണ് കമ്പനിയുടെ പുതിയ തീരുമാനം. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ജനകീയ വേദിയെ പോലുള്ള സമരസംഘടനകൾ എല്ലാവരും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് 10 കിലോമീറ്ററിൽ താഴെയുള്ള 10 കിലോമീറ്ററിൽ ചുരുങ്ങിയിട്ടുള്ള ഒരു ഇടപാടിനും ഞങ്ങൾ തയ്യാറല്ല, സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് തന്നെയാണ്. കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ സൗജന്യയാത്ര നിർത്താനാണ് നീക്കം. 6 പഞ്ചായത്തിലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കും ദേശീയപാത നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്കും ടോൾ പ്ലാസയിലൂടെ സൗജന്യയാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നാണ് സമരസമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവിന് കളമൊരുങ്ങി. 4 സംഘം ക്രൂ 10 ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലെത്തി. ബുധനാഴ്ച മറ്റൊരു പേടകത്തിലാണ് ഭൂമിയിലേക്കുള്ള മടക്കം. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the Fly's newest class of astronauts to enter. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:34 നാസയുടെ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. വായുമർദ്ദമടക്കമുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം രാവിലെ 11:15 4 സംഘം പേടകത്തിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 7 സംഘത്തിനൊപ്പം ക്രൂ 10ലെ 4 സംഘം ചേർന്നു. ഊഷ്മളമായ സ്വീകരണമാണ് 4 സംഘത്തിന് ബഹിരാകാശ നിലയത്തിൽ നൽകിയത്. Nicole Ayers, the first of the Fly's newest class of astronauts to enter and last commander of Crew 10. ഈ മാസം 19 മറ്റൊരു ഡ്രാഗൺ പേടകത്തിലാണ് ക്രൂ 9 ദൗത്യത്തിലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4 സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി സ്പേസ് സ്റ്റേഷന്റെ കമാൻഡർ സ്ഥാനം അലക്സി ഓവ്ചിനിന് കഴിഞ്ഞയാഴ്ച സുനിത കൈമാറിയിരുന്നു. ക്രൂ കൈമാറ്റ കാലയളവായ 3 ദിവസങ്ങളിൽ ബഹിരാകാശ നിലയത്തിൽ 11 സഞ്ചാരികളുണ്ടാകും. ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. റിസർച്ച് ഡെസ്ക്, 24. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.